Hello my dear students. +1 ബോട്ടണിയിലെ പ്ലാൻ കിങ്ഡം ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനായ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. നിങ്ങൾ പലർക്കും അത് കൺഫ്യൂഷനുള്ള ടോപ്പിക്കാണെന്ന് മിസ്സിന് അറിയാം. അതുകൊണ്ട് ടീച്ചർ അതിനെ എളുപ്പത്തിൽ പറഞ്ഞു തരികയാണ്. അതായത് മക്കൾക്കറിയാം, ഇൻ പ്ലാന്റ്സ് all diploid and haploid cells can divide by mitosis, അല്ലേ? And this leads to the formation of different plant bodies. അത് ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡി ആവാം, ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡി ആവാം. നമ്മുടെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ NCERT വളരെ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ആനിമൽ സെല്ലിനെ സംബന്ധിച്ചിടത്തോളം മിയോട്ടിക് ഡിവിഷൻ വഴിയാണ് ഗാമേറ്റ്സിന് ഉണ്ടാക്കുക. പക്ഷേ പ്ലാന്റ്സിനാണെങ്കിലോ മൈറ്റോസിസ് വഴി ഗാമേറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ? ഓൾ പ്ലാന്റ്സ് അവരുടെ ലൈഫ് സൈക്കിളിൽ 2 സ്റ്റേജസിലൂടെയാണ് കടന്നു പോവുക. ഒന്ന് ഗാമറ്റോഫിറ്റിക് സ്റ്റേജ്, 2 സ്പോറോഫിറ്റിക് സ്റ്റേജ്. അപ്പോൾ ഈ ഗാമറ്റോഫിറ്റിക് സ്റ്റേജ് സ്പോറോഫൈറ്റിക് സ്റ്റേജിലോട്ട് ആവുന്നു, സ്പോറോഫൈറ്റിക് സ്റ്റേജ് ബാക്ക് ടു ഗാമറ്റോഫൈറ്റിക് സ്റ്റേജിലോട്ടാവുന്നു. എങ്ങനെയാണ് ഇത് നടക്കുന്നത്? അതായത് ഗാമറ്റോഫൈറ്റ് ടീച്ചർ പറഞ്ഞു അത് ഹാപ്ലോയിഡ് സ്റ്റേജാണ്. അത് മൈറ്റോസിസ് വഴി ഗാമേറ്റ്സിനെ ഫോം ചെയ്യുന്നു. ഈ ഗാമേറ്റ്സ് ഫെർട്ടിലൈസേഷൻ വഴി സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ട് മൈറ്റോട്ടിക്കലി സ്പോറോഫൈറ്റ് ആയിട്ട് മാറുന്നു. സ്പോറോഫൈറ്റ് മിയോട്ടിക് ഡിവിഷൻ വഴി സ്പോർസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സ്പോർസ് മൈറ്റോസിസ് വഴി ബാക്ക് ടു ഗാമറ്റോഫൈറ്റ് ആവുന്നു. അങ്ങനെ ഗാമറ്റോഫൈറ്റും സ്പോറോഫൈറ്റും ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് വരികയല്ലേ. അതുകൊണ്ടാണ് നമ്മളിതിനെ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത്. ഗാമറ്റോഫൈറ്റിൻ്റെ മീനിങ് അറിയാലോ, എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഗാമേറ്റ്സ് ആണ്. സ്പോറോഫൈറ്റിന് സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഇൻ ഷോർട്ട് മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗാമറ്റോഫൈറ്റ് മൈറ്റോസിസ് വഴി ഗാമേറ്റ്സ് ഉണ്ടാക്കുന്നു, ഫെർട്ടിലൈസേഷൻ വഴി സൈഗോട്ട് ഉണ്ടാക്കുന്നു, സൈഗോട്ട് മൈറ്റോസിസ് വഴി സ്പോറോഫൈറ്റ് ആവുന്നു, സ്പോറോഫൈറ്റ് മിയോസിസ് വഴി സ്പോർസ് ഫോം ചെയ്യുന്നു, സ്പോർസ് മൈറ്റോസിസ് വഴി വീണ്ടും ഗാമറ്റോഫൈറ്റ് ആവുന്നു. ഇത്തരത്തിലുള്ള ഒരു ലൈഫ് സൈക്കിളിനെ നമ്മൾ മെൻഷൻ ചെയ്യുന്ന ഒരു പേരാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നന്നായിട്ട് പഠിക്കുക. ഗാമറ്റോഫൈറ്റ് ഹാപ്ലോയിഡ് ആണെന്നും സ്പോറോഫൈറ്റ് ഡിപ്ലോയിഡ് ആണെന്നും ഓർത്ത് വെക്കുക. താങ്ക് യു.